ജയസറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 19 2026 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 470 വരികളാണ്. സുന്ദരകാന്ഡം ഇന്ന് ആരംഭിക്കുന്നു. സമുദ്ര ലംഘനവും, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം, സീതാദർശനം, രാവണന്റെ പുറപ്പാട്, രാവണന്റെ ഇച്ഛാഭംഗം, ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. സുന്ദരകാന്ഡം ആരംഭിക്കുന്ന സമയത്ത് തന്നെ സകല ശുഗകുലത്തിനും ശ്രേഷ്ഠയായിരിക്കുന്ന പൈങ്കിളി പൈതലിനോട്, കിളിപ്പെണ്ണിനോട്, അമൃതിനേക്കാൾ സുഖകരമായിരിക്കുന്ന മധുരവാക്കോട് കൂടിയിരിക്കുന്ന ആ പൈങ്കിളി പൈതലിനോട് രാമകഥയെ തുടർന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ആചാര്യൻ പറയുന്നു. രാമന്റെ ലീലകൾ എത്രത്തോളം കേട്ടാലും മതിവരികയില്ല എന്ന് അറിയിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് പൈങ്കിളി പൈതൽ ശ്രീരാമ കഥ, ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് പറയാൻ ആരംഭിക്കുന്നു. പരമശിവൻ കൗതുകത്തോടുകൂടി പാർവതിയെ നോക്കിയിട്ട് രാമകഥയുടെ ബാക്കി പറയുന്നു എന്ന് സുന്ദരകാന്ഡ ആരംഭത്തിൽ നമുക്ക് കാണാം. സമുദ്ര ലംഘനമാണ് ആദ്യം അതിൽ ചർച്ച ചെയ്യുന്നത്. നാം കഴിഞ്ഞ ദിവസം കണ്ടത് 100 യോജന വിസ്താരമുള്ള ഈ സമുദ്രത്തെ ആർക്കാണ് മറികടക്കാൻ സാധിക്കുക എന്നുള്ള ശങ്കയുടെ പര്യവസാനം സംഭവിക്കുകയും ഈ സമുദ്രത്തെ മറികടന്ന് സീതാദേവിയെ കണ്ടുവരുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ജാംബവാന്റെ ഉദ്ബോധനത്തിനൊടുവിൽ ഹനുമാൻ സ്വാമി തയ്യാറാവുകയും ചെയ്തത് നമ്മൾ കണ്ടു. അപ്രകാരം ഹനുമാൻ സ്വാമി 100 യോജന വിസ്താരമുള്ള ആ സമുദ്രം നിഷ്പ്രയാസം ചാടിക്കിടക്കുന്നതിന് വേണ്ടി തയ്യാറായി. രാമപാദങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, രാമനെ സ്മരിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി വാനരന്മാരോട് പറഞ്ഞു, അല്ലയോ കവിവീരന്മാരെ, നിങ്ങൾ കണ്ടുകൊള്ളുവിൻ എൻ്റെ പരാക്രമം. ഞാൻ വായുവിനെ പോലെ, വായുവിൻ്റെ പരാക്രമത്തോടു കൂടിയിട്ട് ഈ സമുദ്രത്തെ മറികടക്കും. ഞാൻ പാഞ്ഞു പോയിട്ട് രാമബാണം പോലെ, ശ്രീരാമൻ തൊടുത്തുവിട്ട ഒരു അമ്പ് പോലെ പാഞ്ഞു പോയിട്ട് ലങ്കാനഗരത്തിൽ എത്തിച്ചേരും. ഇന്ന് തന്നെ രാമപത്നിയെ കണ്ടിട്ട് ആ വൃത്താന്തമെല്ലാം ശ്രീരാമനോട് വന്ന് പറയുകയും ചെയ്യും. എന്നെക്കുറിച്ച് നിങ്ങൾ ആരും ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഭക്തന്മാർക്ക് ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം കൊടുക്കുന്നതായിട്ടുള്ള രാമമന്ത്രം, ആ രാമമന്ത്രം എഴുതിയിരിക്കുന്ന അങ്കുലീയം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മനസ്സിലാവട്ടെ, രാമനെക്കുറിച്ചുള്ള ചിന്ത സദാസമയവുമുണ്ട്. മാത്രമല്ല, ഞാൻ ആകാശമാർഗത്തിലൂടെ പോകുന്ന സമയത്ത് എൻ്റെ പിതാവായിട്ടുള്ള വായുദേവൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടും ഭഗവാന്റെ ആ ആയുധം അല്ലെങ്കിൽ തിരുമോതിരം, ആ ഭഗവാന്റെ അങ്കുലീയം എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. അതുപോലെ എൻ്റെ മനസ്സിൽ ഭഗവാന്റെ ആ സദാ സ്മൃതി ഉള്ളിടത്തോളം കാലം എനിക്ക് വിജയം സംഭവിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഈ സമുദ്രം മറികടക്കുവാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നെല്ലാം കൂടെയുള്ള വാനന്മാരോട് പറഞ്ഞിട്ട് വാല് നല്ലവണ്ണം ഉയർത്തി, കൈകൾ പരത്തിപ്പിടിച്ച്, കഴുത്ത് നിവർത്തി, കാലുകൾ അല്പം വളച്ച്, ദൃഷ്ടി മേൽപോട്ടാക്കിയിട്ട് ലങ്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തെക്കേ ദിക്ക് നോക്കിയിട്ട് ആഞ്ജനേയൻ കുതിച്ചു ചാടുകയാണ്. ആ വാലുയർത്തി, കൈകൾ പരത്തിപ്പിടിച്ച്, കഴുത്ത് നിവർത്തി, കാലുകൾ അല്പം വളച്ച്, ദൃഷ്ടി മേൽപോട്ടാക്കിയിട്ട് ശ്രീരാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ലങ്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തെക്കേ ദിക്ക് നോക്കി ആഞ്ജനേയൻ കുതിച്ചു ചാടി. സാക്ഷാൽ ഗരുഡനെ പോലെ അതിവേഗത്തിൽ സൂര്യ തേജസ്സോടു കൂടിയിട്ട് ആകാശത്തിനോടുകൂടി പോകുന്ന ഹനുമാനെ കണ്ടിട്ട് ദേവന്മാർ പരസ്പരം ചർച്ച ചെയ്തിട്ട് ഹനുമാൻ സ്വാമിയുടെ വേഗബലത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചുമൊക്കെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുരസയെ പറഞ്ഞയക്കുകയാണ്. സുരസയാവട്ടെ ആകാശ മണ്ഡലത്തിൽ ഹനുമാന്റെ മുമ്പിൽ പ്രത്യക്ഷയായി. അലറിക്കൊണ്ടവൾ പറഞ്ഞു, ഹേ കവിശ്രേഷ്ഠ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? എന്നെ നീ കണ്ടില്ലേ? ഈ വഴിയിലൂടെ നിർഭയരായിട്ട് ആരും തന്നെ യാത്ര ചെയ്യാറില്ല. ഈ വഴിയിലൂടെ നിർഭയരായിട്ട് യാത്ര ചെയ്യുന്നവരെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈശ്വരൻ എനിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിനുമാം കൽപ്പിച്ചതീശ്വരൻ. ഭയമില്ലാതെ
ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈശ്വരൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഭക്ഷണമാണ് നീ. എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യ. വേഗം വന്ന് എൻ്റെ വായിലേക്ക് പ്രവേശിക്കൂ. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സമയം കളയരുത് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സുരസയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ സ്വാമി പറയുകയാണ്, ദേവി, ഞാൻ ശ്രീരാമന്റെ കൽപ്പനയനുസരിച്ച് സിദ്ധാന്വേഷണത്തിന് പോകുന്ന ഹനുമാനാണ്. ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ടിട്ട് ഇന്നോ നാളെയോ ഞാൻ മടങ്ങി വരും. സീതാദേവിയുടെ വൃത്താന്തമെല്ലാം ശ്രീരാമചന്ദ്രനെ അറിയിച്ചതിന് ശേഷം തിരികെ വന്ന് ഞാൻ ഭവതിയുടെ വായിൽ വന്ന് വീണയ്ക്കാം, ഭവതിയുടെ ഭക്ഷണമായേക്കാം. ഞാനൊരിക്കലും അസത്യം പറയുന്ന ആളല്ല. ദേവിക്ക് എന്നെ വിശ്വസിക്കാം. ദേവി നമസ്കാരം, എനിക്ക് പോകുവാനുള്ള അനുജ്ഞ നൽകിയാലുമെന്ന് പറയുന്നു. അനന്തം അകതളിരിൽ ഒരു പൊഴുതും അറിവിയില്ല. എനിക്ക് യാതൊരു തരത്തിലും നുണ പറയാൻ പോലും അറിയില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറയുകയാണ്. അതിന് മറുപടിയായിട്ട് സുരസ പറയുന്നു, ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ മനസ്സി തവ സുദൃഢമിതി യതി സപതി സാദരം വാ പിളർന്നീട്. നീ കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. അതുകൊണ്ട് വേഗം നീ വായ തുറക്കൂ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഹനുമാൻ സ്വാമി പറയുകയാണ്, ദേവി, അവിടുത്തെ ആജ്ഞയും നിശ്ചയവും അങ്ങനെയാണെങ്കിൽ വായി തുറന്നാലും എന്ന് പറയുന്നു. അത് കേട്ട് എന്ന് പറഞ്ഞിട്ട്, അപ്രകാരം പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി ദേഹം ഒരു യോജന വിസ്തൃതമായിട്ട് നിലകൊണ്ടു. ഇത് കണ്ട സുരസ തൻ്റെ വായ 5 യോജന വിസ്താരത്തിൽ തുറന്നു. ഹനുമാൻ സ്വാമി ഉടനെ 10 യോജന വണ്ണമായി തീർന്നു. സുരസയാവട്ടെ 20 യോജന വാവിളർന്നു. സുരസയുടെ വായ വളരെ വിസ്താരമുള്ളതായിട്ട് കണ്ട ഹനുമാൻ സ്വാമി തൻ്റെ ശരീരത്തെ 30 യോജന വിസ്തൃതമാക്കി. സുരസ ഇത് കണ്ട് വിസ്മയപ്പെട്ടു പോയി. കാരണം ഇവനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല, ഇവൻ ദിവ്യൻ തന്നെയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് 50 യോജന വിസ്താരത്തിൽ വായ തുറന്നു. ഈ അവസരത്തിൽ ഹനുമാൻ സ്വാമി തൻ്റെ ശരീരത്തെ ഒരു പെരുവിരലിനോടം ചെറുതാക്കിക്കൊണ്ട് സുരസയുടെ വായിൽ ചാടിയിട്ട് തപശക്തി കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ദേവി, ഭവതിയല്ലാതെ എനിക്ക് മറ്റാശ്രയമില്ല. ഞാനിതാ നമസ്കരിക്കുന്നു. ശ്രീണുസുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ എന്ന് പറഞ്ഞുകൊണ്ട് സുരസയെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. അത് കണ്ടിട്ട് സുരസ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, വരിക തവ ജയം അതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോട് അഖിലം അറിയിക്ക. പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഹേ വായുപുത്ര, നിനക്ക് ജയം ഭവിക്കട്ടെ. നീ ലങ്കയിൽ ചെന്ന് ദേവിയെ കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ആ വാർത്തകളൊക്കെ ശ്രീരാമനെ അറിയിക്കുക. ശ്രീരാമൻ കോപത്തോടുകൂടി വന്നിട്ട് രാക്ഷസ കുലത്തെ മുഴുവൻ വധിക്കും. അറിവതിന് തവ ബലവിവേക വേഗാദികൾ അതിദേയന്മാർ അയച്ചു വന്നേനഹം. നിനക്കതിനുള്ള കഴിവുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാർ നിയോഗിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് സുരസ തൻ്റെ ചരിത്രം, എന്തുകൊണ്ടാണ് താൻ വന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് ദേവലോകത്തേക്ക് യാത്രയായി. പിന്നീട് ഹനുമാൻ സ്വാമി അവിടെ നിന്നും ഗരുഡനെ പോലെ അതിവേഗത്തിൽ ആകാശത്തുകൂടി സഞ്ചരിക്കുമ്പോഴാണ് സമുദ്രം മൈനാക പർവ്വതത്തോട് പറയുന്നു, അല്ലയോ മൈനാകമേ, നീ ചെന്ന് ഹനുമാനെ സൽക്കരിക്കണം. എനിക്ക് വിസ്താരം കൂട്ടിയിട്ട് സാഗരം എന്ന പേര് നൽകിയിരിക്കുന്നത് സഗര രാജാവിന്റെ പുത്രന്മാരാണ്. ശ്രീരാമനാവട്ടെ സഗര വംശത്തിൽ ജനിച്ചവനുമാണ്. അതുകൊണ്ട് ശ്രീരാമനെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ശ്രീരാമന്റെ സഹായത്തിന് വേണ്ടിയിട്ട്, ശ്രീരാമകാര്യത്തിന് വേണ്ടി പോകുന്ന ഹനുമാൻ സ്വാമിയെ സഹായിക്കേണ്ടതും എൻ്റെ കടമയാണ്. അതുകൊണ്ട് അല്ലയോ മൈനാകമേ, നീ ഒരു മനുഷ്യരൂപം കൊണ്ട് വെള്ളത്തിന് മീതെ, സമുദ്രത്തിന് മീതെ ഉയർന്നു വന്നിട്ട് ഹനുമാൻ സ്വാമിയുടെ ദാഹവും വിശപ്പുമെല്ലാം തീർക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്ന് പറയുന്നു. അത് കേട്ട് മൈനാകം ഉടനെ തന്നെ സമുദ്രത്തിന് മുകളിൽ മനുഷ്യരൂപം പൂണ്ട് ഉയർന്നു വന്നു. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, അല്ലയോ കവിശ്രേഷ്ഠ, ഞാൻ ഹിമവാന്റെ പുത്രനായ മൈനാകമാണ്. സമുദ്രരാജൻ എന്നോട് കൽപ്പിച്ചത് പ്രകാരം ഞാൻ താങ്കളെ സൽക്കരിക്കാൻ വേണ്ടി വന്നതാണ്. അല്പസമയം എൻ്റെ മുകളിൽ വന്നിരുന്ന് വിശ്രമിച്ചിട്ട് യാത്ര തുടർന്നുകൊള്ളൂ എന്ന് പറയുന്നു. അത് കേട്ട് ഹനുമാൻ സ്വാമി പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായൊരു വാക്കാണ്.
അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായി ആശുപോകും വിധവും പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്ത് മറ്റൊന്ന് ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോട് സാധിച്ച് ഒഴിഞ്ഞരുതൊന്നുമേ. ഹനുമാൻ സ്വാമി പറയുകയാണ്, ഹനുമാൻ സ്വാമിയോട് ഇവിടെ മൈനാകം പറയുന്നു, മധുരതരമായുള്ള തേനുണ്ട്, അത് ഇഷ്ടംപോലെ കുടിച്ചിട്ട് കായ്കനികളൊക്കെ ഭക്ഷിച്ച് വിശപ്പൊക്കെ തീർത്ത് ദാഹം തീർത്ത് വിശ്രമിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി പറയുകയാണ്, വേണ്ട വേണ്ട, ഇപ്പോൾ യാതൊരു തരത്തിലും വിശ്രമിച്ചുകൂടാ. ശ്രീരാമന്റെ കാര്യത്തിന് പോകുന്ന സമയത്ത് അത് സാധിക്കുന്നത് വരെ മറ്റൊന്നിലും മനസ്സ് വെക്കാൻ പോലും പാടില്ല. അതുകൊണ്ട് ഞാൻ യാത്ര തുടരുകയാണ്, സൽക്കാരം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് മൈനാകത്തെ തന്റെ കൈകൾ കൊണ്ട് ഒന്ന് തലോടിയിട്ട് ഹനുമാൻ സ്വാമി ലങ്കയിലേക്കുള്ള യാത്ര തുടർന്നു. ഇവിടെ ശ്രീരാമന്റെ കാര്യത്തിന് പോകുന്ന സമയത്ത് യാതൊരു തരത്തിലും മനസ്സുകൊണ്ട് പോലും മറ്റു വിഷയങ്ങളിൽ രമിക്കാതെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഹനുമാൻ സ്വാമിയുടെ ദൃഢനിശ്ചയം ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന വലിയൊരു പാഠമാണ് എന്ന് ഓർമ്മിക്കണം. എന്തായാലും അപ്രകാരം അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് യാത്രാമധ്യേ സമുദ്രത്തിൽ വളരെ വളരെ ആഴമുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അവിടെ വസിക്കുന്ന നിഴലിനെ പിടിച്ച് നിർത്തുന്ന ഒരു രാക്ഷസി ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തി മാർഗതടസ്സം സൃഷ്ടിക്കുകയുണ്ടായി. ഹനുമാൻ സ്വാമി അത് ആരാണ് എന്നറിയാൻ വേണ്ടി താഴോട്ട് നോക്കിയ സമയത്ത് ഭയങ്കരയായ ആ രാക്ഷസിയെ കണ്ടു. നിഴലിനെ പിടിച്ചു നിർത്തി കൊല്ലുന്ന സിംഹിക എന്ന ആ രാക്ഷസിയെ ഹനുമാൻ സ്വാമി തന്റെ കാലുകൊണ്ട് തൊഴിച്ച് അവളുടെ കഥ കഴിച്ചു. ആ രാക്ഷസിയെ കൊന്ന ശേഷം ഹനുമാൻ സ്വാമി ലങ്കാപുരിയെ ലക്ഷ്യമാക്കി കുതിച്ച് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചത് ചാരു ലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും. സൂര്യൻ പടിഞ്ഞാറ് ദിക്കിൽ അസ്തമിക്കുന്ന ആ സമയത്ത് അതേ സമയത്ത് തന്നെ ഹനുമാൻ സ്വാമി ലങ്കയിലും എത്തിച്ചേർന്നു. വിപുലവും മനോഹരമായിട്ടുള്ള ലങ്കാപുരി കണ്ട് ഹനുമാൻ സ്വാമി അത്ഭുതത്തോടുകൂടി വിസ്മയത്തോടുകൂടി നോക്കുകയാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ പ്രദേശം പക്ഷികളും മൃഗങ്ങളും നിറഞ്ഞിരിക്കുന്നു. ത്രികൂട പർവ്വതത്തിന് മുകളിൽ സ്വർണമയമായിരിക്കുന്ന ലങ്കാനഗരം ശോഭിക്കുന്നു. സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള മതിലുകൾ, അതുപോലെ അത്യഗാധമായിട്ടുള്ള കിടങ്ങുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ധന്യമായ ഒരു അന്തരീക്ഷം, പവിത്രമായ അന്തരീക്ഷം, ശോഭനമായ അന്തരീക്ഷം ലങ്കാപുരിയിൽ ഹനുമാൻ സ്വാമി കാണുകയാണ്. അഗാധമായിട്ടുള്ള ഈ കിടങ്ങുകളൊക്കെ എങ്ങനെയാണ് കടക്കുക എന്നോർത്ത് ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി നിൽക്കുകയാണ്. രാത്രിയിൽ ഇരുട്ടത്ത് ആരും ആളില്ലാത്ത ഭാഗത്ത് കൂടി ഏതു വിധേനയും അകത്ത് കടക്കാമെന്ന് നിശ്ചയിച്ച് ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ലങ്ക ഗോപുരത്തിന് നേരെ ഹനുമാൻ സ്വാമി പ്രവേശിക്കുകയാണ്. അപ്രകാരം ഹനുമാൻ സ്വാമി തന്റെ ശരീരത്തെ കടുകുമണി പോലെ ചെറുതാക്കിയിട്ട് കോട്ട മതിലിന് മുകളിൽ കയറി ഇടതുകാല് ഊന്നി ഉള്ളിലേക്ക് കടക്കുവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ലങ്കാലക്ഷ്മി എന്ന ഒരു രാക്ഷസി ഉച്ചത്തിൽ അലറി കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. എടാ മൂഢ, നീ ഏകനായിട്ട് ഇപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താണ്? നീ എന്നെ കണ്ടില്ലേ? നീ കള്ളനാണോ? നിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ അറിയാതെ ഈ ലങ്കാ നഗരത്തിന്റെ അകത്തേക്ക് ഒരാൾക്കും, ഒരു ജീവിക്ക് പോലും കടക്കുവാൻ സാധ്യമല്ല, ഈ പട്ടണത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ലങ്കാലക്ഷ്മി ഒന്ന് അടിച്ചു. ഹനുമാൻ സ്വാമി രോഷത്തോടുകൂടി ഇടതു മുഷ്ടി ചുരുട്ടി തിരിച്ച് ഒരു ഇടി കൊടുത്തു. അതേറ്റ് ലങ്കാലക്ഷ്മി ചോര ഛർദ്ദിച്ച് നിലത്ത് വീഴുകയാണ്. അവിടെ നിന്നും എഴുന്നേറ്റ് ലങ്കാലക്ഷ്മി ഹനുമാൻ സ്വാമിയോട് പറയുന്നു, ഹേ വീരപുരുഷ, നിന്റെ കൈക്കരുത്ത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് വിധികൽപ്പിതമാണ്. പണ്ടേ തന്നെ ഇക്കാര്യം ബ്രഹ്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് സകല ജഗത് അധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദലൻ നയനൻ അവനിയിൽ അവതരിക്കും ഉൾകാരുണ്യമോടെ അഷ്ടവിംശതി പര്യയെ 28ാമത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു രാമനായിട്ട് നാരായണൻ രാമനായിട്ട് രാവണനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിക്കും. ആ സമയത്ത് നാരായണൻ അഥവാ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവി ജനകപുത്രിയായ സീതയായിട്ടും അവതരിക്കും. പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് ഭാര്യയോടും അനുജനോടും ചേർന്ന് വനത്തിലേക്ക് പുറപ്പെടുന്ന ശ്രീരാമന്റെ പത്നിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുവരും. സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ വനത്തിലൂടെ സഞ്ചരിച്ച്
വനത്തിൽ വെച്ച് സുഗ്രീവനുമായിട്ട് വാനര രാജാവായുള്ള സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കുകയും ബാലി വധത്തിന് ശേഷം സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് സുഗ്രീവന്റെ വാനരപട സീതാദേവിയെ അന്വേഷിച്ചു വരികയും അതിൽ നിന്നും ഒരാൾ സന്നദ്ധനായ ഒരു ഏകന്തവാന്തികെ അതിൽ നിന്നും ഒരാൾ ഒറ്റയ്ക്ക് നിന്റെ സമീപത്തേക്ക് വരുന്നതിന് ഇടയാകും. അങ്ങനെ ലങ്കാ നഗരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കിടക്കുന്ന അവനെ നീ തടുത്തു നിർത്തുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും നിനക്ക് ഒരു അടി ലഭിക്കും. അപ്രകാരം നിനക്കൊരു പ്രഹാരം ഏൽക്കുന്നതിന് ഇടയാകുമ്പോൾ നീ അവന് ഉള്ളിൽ കടക്കുവാൻ അനുവാദം നൽകണം. ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അതനുസരിച്ചാണ് ഞാൻ ഏറെ നാൾ ഇവിടെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ദൈവവശാൽ എൻ്റെ ദാസ്യവൃത്തി കഴിയേണ്ട സമയമായിരിക്കുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് നീ ഇവിടെ എത്തുകയും നിന്നെ പ്രഹരിക്കുകയും ചെയ്തിരിക്കുന്നു. നീ എന്നെ പ്രഹരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഫലമായിട്ട് നിന്നെ ലങ്കയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ അനുവാദം നൽകി കഴിഞ്ഞിരിക്കുന്നു. ലങ്ക നിനക്ക് കീഴടങ്ങിയെന്ന് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ രാവണന്റെ മരണം അടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. ദൈവദൂതനായ നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വേഗത്തിൽ ചെന്ന് ദേവിയെ കാണണം. എന്നിട്ട് രാവണന്റെ അന്ധപുരത്തിനോടടുത്തുള്ള വലിയ ഒരു മരക്കൂട്ടത്തിലുള്ള ശിംശഭാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അനേകം രാക്ഷസിമാരുടെ കാവലിലാണ് സീതാദേവി ഉള്ളത്. നീ അവിടെ ചെന്ന് സീതാദേവിയെ കണ്ട് രാമന്റെ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ച് ആ വിവരങ്ങളെല്ലാം രാമനെ അറിയിച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കട്ടെ. ലോകേശ്വരനായ രാമൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് സ്വയമേവ തന്നെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്നു, നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്ന് മറഞ്ഞു. ഇവിടെ പറയുന്നൊരു വാക്ക് നോക്കുക, ഇപ്രകാരം ചൊല്ലി മറഞ്ഞത് ലങ്കയിൽ നിന്ന് വാങ്ങി മലർമങ്കയും. ആ ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുന്നു. ഇവിടെ ലങ്കാലക്ഷ്മി പുറത്തുപോയി എന്ന് പറയുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഹനുമാൻ സ്വാമി ലങ്കയിൽ കാലുകുത്തിയ സമയത്ത് ലങ്കാലക്ഷ്മി അവിടെ നിന്നും പുറത്തായി എന്നുള്ളതാണ്. ലങ്കയുടെ ഐശ്വര്യമാണ് ലങ്കാലക്ഷ്മി. അങ്ങനെയും നമുക്കവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി ലങ്കയിൽ വന്ന സമയത്ത് ലങ്കയുടെ ഐശ്വര്യം എന്താണോ അത് പുറത്തുപോയി, എന്നാൽ രാവണന്റെ മരണസമയം അഥവാ ലങ്കയുടെ നാശം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന ഇവിടെ ലങ്കാലക്ഷ്മി പുറത്തുപോയി എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചത് വാമഭാഗം തുലോം. ഈ സമയത്ത് ജനക നരപതി വരമകൾക്ക് ദശാസ്യനും, അതായത് സീതാദേവിക്കും ദശാസ്യൻ രാവണനും ദക്ഷാംഗം ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചത് വാമഭാഗം. സീതാദേവിക്കും രാവണനും ഇടതുഭാഗം തുടിച്ചു. ജനക നരപതി ദുഹിത്യവരന് ദക്ഷാംഗവും ശ്രീരാമന് വലതുഭാഗവും തുടിച്ചു. അതായത് ശാസ്ത്രമനുസരിച്ച് ഹനുമാൻ സ്വാമി സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ എത്തിച്ചേർന്ന സമയത്ത് സീതയ്ക്കും രാവണനും ഇടതുഭാഗം വിറച്ചു. ശരീരത്തിന്റെ ഇപ്പൊ ഇടത്തെ കണ്ണ് തുടിക്കുക വലത്തെ കണ്ണ് തുടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ശ്രീരാമന് വലതുഭാഗവും സീതാദേവിക്കും രാവണനും ഇടതുഭാഗവും തുടിച്ചു. അത് പറയാനുള്ള കാരണം, പുരുഷന്മാർക്ക് വലതുഭാഗം തുടിക്കുന്നത് നല്ലതിനും സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിക്കുന്നത് നല്ലതിനും എന്നാണ് പറയാറുള്ളത്. ഇവിടെ ശ്രീരാമന് വലതുഭാഗം തുടിച്ചു. കാരണം സീതാദേവിയെ കാണുവാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി ലങ്കയിൽ എത്തിച്ചേർന്നു. ലങ്കാലക്ഷ്മി അവിടെ നിന്നും പുറത്തേക്ക് പോയി. അതുകൊണ്ട് ശ്രീരാമനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്, സീതാദേവിക്കും നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇടതുഭാഗം സീതാദേവിക്ക് തുടിക്കുന്നു, എന്നാൽ സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിക്കുന്നു നല്ലത് എന്ന്. ശ്രീരാമന് വലതുഭാഗം തുടിച്ചത് നല്ലത് ആയതുകൊണ്ടാണ്. എന്നാൽ രാവണന് ഇടതുഭാഗം തുടിച്ചു. അത് പുരുഷന്മാർക്ക് ഇടതുഭാഗം തുടിക്കുകയാണെങ്കിൽ അത് മോശകരമായിട്ടുള്ള ആപത് സൂചനയാണ് എന്ന് പറയുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നിട്ട് പറയുന്നു, മനുഷ്യജന്മമെടുത്താൽ ഈശ്വരനായാൽ പോലും സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നെല്ലാം തത്വം പറഞ്ഞതിന് ശേഷം ഉദയസൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ നഗരത്തിൽ, ലങ്കാ നഗരത്തിൽ എല്ലായിടത്തും ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിച്ചു. എങ്ങുമെങ്ങും കാണാതായപ്പോൾ ലങ്കാലക്ഷ്മി പറഞ്ഞ കഥ ഹനുമാൻ സ്വാമി ഓർക്കുകയും, കാരണം ദേവി ഇരിപ്പേടം എവിടെയാണെന്ന് ഓർത്തിട്ട് ഹനുമാൻ സ്വാമി അന്വേഷിച്ച് നടക്കുമ്പോൾ ലങ്കാവചനം ഓർത്തു. ലങ്കാലക്ഷ്മി പറഞ്ഞിരുന്നു അശോകവനിയിൽ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് എന്ന്. അതോർത്തിട്ട് ഹനുമാൻ സ്വാമി അശോകവനിയിൽ ശിംശഭാവൃക്ഷ ചുവട് അന്വേഷിക്കുകയാണ്. എവിടെയും കാണാതിരിക്കുന്ന സമയത്താണ് കനകമണി രചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞ്. അത്രയും മനോഹരമായിട്ടുള്ള ലങ്കാനഗരത്തിലെ കൊട്ടാരങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങളിലും മനോഹരമായിട്ടുള്ള നഗരങ്ങളിലും ഒന്നും തന്നെ കാണാതിരിക്കുമ്പോഴാണ് ലങ്കാലക്ഷ്മി പറഞ്ഞ വാക്കോർത്തത് ആ മരച്ചുവട്ടിലാണ് ഉള്ളത് എന്ന്. അപ്പോൾ ആ ശിംശഭാവൃക്ഷ ചുവട് എവിടെയാണ് എന്ന് അറിയാതിരിക്കുന്ന സമയത്ത്
ഹനുമാൻ സ്വാമിയുടെ പിതാവായ വായുദേവൻ ആ വായുവിലൂടെ സുഗന്ധം, പുഷ്പത്തിന്റെ സുഗന്ധം, പൂക്കളുടെ സുഗന്ധം വഹിച്ചു വന്ന് എവിടെയാണ് ശിംശഭാവൃക്ഷം എന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങോട്ട് ആ ഗന്ധം മനസ്സിലാക്കിയിട്ട് അതിനു പുറകെ ശിംശഭാവൃക്ഷ ചുവട്ടിലേക്ക് ഹനുമാൻ സ്വാമി യാത്ര തിരിക്കുകയും ചെയ്യുന്നു. അവിടെ ആ ശിംശഭാവൃക്ഷ ചുവട്ടിൽ സീതാദേവിയെ ഹനുമാൻ സ്വാമി കാണുകയാണ്. അവിടെ സീതാദേവി മലിനമായ തലമുടിയോട് കൂടിയിട്ട്, മലിനമായ വസ്ത്രത്തോടു കൂടിയിട്ട്, വളരെ ക്ഷീണതയായിട്ട്, ഭയത്തോടുകൂടി ഭൂമിയിൽ വെറും നിലത്ത് രാമനെ ചിന്തിച്ചുകൊണ്ട് രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് രാക്ഷസികളുടെ നടുവിൽ കഷ്ടപ്പെട്ട് വിഷമിച്ച് കഴിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് ഹനുമാൻ സ്വാമി കാണുന്നത്. ഉടനെ ഹനുമാൻ സ്വാമി ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന് സീതാദേവിയെ വീക്ഷിക്കുന്നു. സീതാദേവിയെ കണ്ട സമയത്ത് തന്റെ പ്രയത്നം സഫലമായി എന്നും തന്റെ സ്വാമിയുടെ കാര്യം സാധ്യമായി എന്നും മനസ്സിൽ കൃതാർത്ഥതയോടുകൂടിയിട്ട് സ്മരിക്കുകയാണ്. ദിവസകര കുലപതി ഗൗതമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കവിവരൻ. ശ്രീരാമന്റെ ദേവിയെ ഹനുമാൻ സ്വാമി കണ്ടു. കമല മകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ. ശ്രീരാമന്റെ പത്നിയായിരിക്കുന്ന ഈ ജഗദീശ്വരിയുടെ ശരീരം ഞാൻ കണ്ടേൻ. കൃതാർത്ഥോസ്മ്യം ഞാൻ കൃതാർത്ഥനായി. ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ. ശ്രീരാമന്റെ കാര്യവും സ്വാമിയുടെ കാര്യം യാതൊരു സങ്കടവുമില്ലാതെ തനിക്ക് സാധ്യമായി എന്ന് കൃതാർത്ഥതയോടു കൂടിയിട്ട്, ആത്മധൈര്യത്തോടു കൂടിയിട്ട്, ആത്മവിശ്വാസത്തോടു കൂടിയിട്ട്, ആത്മസന്തോഷത്തോടു കൂടിയിട്ട് ഹനുമാൻ സ്വാമി സ്മരിച്ചുകൊണ്ട് ആ വൃക്ഷത്തിന്റെ മുകളിൽ അല്പസമയം ഇരിക്കുകയാണ്. ഇതി ഫലവും അകതളിരിൽ ഓർത്തു കവിവരൻ ഇത്തിരി നേരം ഇരിക്കും ദശാന്തരേ. അപ്രകാരമെല്ലാം ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി ആ മരത്തിന്റെ മുകളിൽ അല്പസമയം ഇരിക്കുന്ന സമയത്ത് രാവണന്റെ കൊട്ടാരത്തിനകത്ത് നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അസുരകുലവര നിലയനത്തിൽ പുറത്തു നിന്ന് അശുചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി. ചില ശബ്ദങ്ങൾ കേൾക്കുന്നു രാവണന്റെ കൊട്ടാരത്തിൽ നിന്ന്, രാവണന്റെ ആ അന്തഃപുരത്തിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. ആ ശബ്ദം കേട്ട സമയത്ത് തന്നെ ഹനുമാൻ സ്വാമി തളിരിലകൾക്കിടയിൽ ഒരു ചെറിയ ശരീരം സ്വീകരിച്ചുകൊണ്ട് മറഞ്ഞിരുന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ദേവശത്രുവായ രാവണന്റെ വരവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഹനുമാൻ സ്വാമി വിസ്മയപ്പെട്ടു. രാവണന്റെ വരവ് ഇവിടെ വിസ്തരിച്ചു കൊടുത്തിരിക്കുന്നു. ദേവന്മാരുടെയും അസുരന്മാരുടെയും രാക്ഷസ വർഗങ്ങളിലും ഒക്കെ പെട്ട സുന്ദരിമാരുടെ അകമ്പടിയോട് കൂടിയിട്ട്, ശൃംഗാരരസമായിട്ടുള്ള വേഷത്തോടു കൂടിയിട്ട് രാവണൻ ഉദ്യാനത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് ഹനുമാൻ സ്വാമി കാണുന്നത്. ആ സമയത്ത് രാവണന്റെ മനസ്സിലുള്ളത് സാത്വിക ചിന്തയാണ്. രാവണൻ ചിന്തിക്കുന്നത് എപ്രകാരമാണ് തനിക്ക് വൈകുണ്ഠ രാജ്യം ലഭിക്കുക എന്നതിനെ കുറിച്ചാണ്. രാവണൻ ചിന്തിക്കുന്നു, ഈശ്വര, എൻ്റെ ഈ തമോമയമായിട്ടുള്ള ഈ ദേഹം എന്നാണ് നശിക്കുക? സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് മരിക്കുവാനുള്ള യോഗം എന്നാണ് വന്നു ചേരുക? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കൈകൾ കൊണ്ട് എന്നാണ് എനിക്ക് മോക്ഷം സിദ്ധിക്കുക? അതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സീതാദേവിയെ ഞാൻ അപഹരിച്ചു കൊണ്ടുവന്നത് പോലും. എന്നിട്ടും അത് സാധിക്കുന്നില്ലല്ലോ, ഭഗവാൻ ഇതുവരെ വന്നില്ലല്ലോ. എന്തായാലും എൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ തലയിലെഴുത്ത് ഇപ്രകാരം തന്നെയാണ്. കാലസ്വരൂപനായിരിക്കുന്ന ഈശ്വരന്റെ അഭിപ്രായ ഗതികൾ നിർണയിക്കാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല, പ്രയാസമാണ് എന്നെല്ലാം ചിന്തിക്കുന്നു. ഇപ്രകാരമെല്ലാം രാവണൻ ചിന്തിക്കാനുള്ള കാരണം ഹനുമാൻ സ്വാമി ലങ്കയിലെത്തിയ ആ രാത്രിയിൽ ആ സമയത്ത് രാവണൻ ഒരു സ്വപ്നം കണ്ടിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആ സ്വപ്നം ഇപ്രകാരമാണ്. അന്നേ ദിവസം രാമന്റെ നിയോഗം പ്രകാരം ഒരു കുരങ്ങൻ ലങ്കയിൽ വരുമെന്നും അവൻ ഒരു കൃശരൂപിയായിട്ട് ചെറിയൊരു ശരീരം സ്വീകരിച്ചുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ലങ്കാനഗരത്തിൽ പ്രവേശിച്ച് ലങ്കാനഗരം മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് സീതാദേവിയെ കാണുമെന്നും ശിംശഭാവൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സീതാദേവിയെ കണ്ട് ശ്രീരാമചന്ദ്രന്റെ സന്ദേശം സീതാദേവിയെ അറിയിച്ച് അടയാളം കൊടുത്ത് മടങ്ങിപ്പോകുമെന്നും രാവണൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്രകാരം ഇവിടെ പറയുന്നു, സ്വപ്നം ചിലർക്ക് ചിലപ്പോൾ ഫലിക്കും, സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കുമെന്ന് പറയുന്നു. അപ്രകാരം സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കണം എന്നുള്ള ആ വചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയെങ്കിൽ ശ്രീരാമന്റെ നിയോഗം അനുസരിച്ച് ഇപ്പോൾ ഒരു കുരങ്ങൻ, ഒരു വാനരൻ ഈ വനത്തിൽ ഈ ശംശഭാവൃക്ഷത്തിന്റെ സമീപത്ത് എവിടെയോ ഉണ്ട് എന്ന് രാവണന് തോന്നുകയും അങ്ങനെയെങ്കിൽ താൻ സീതാദേവിയെ അല്പമൊന്ന് വേദനിപ്പിക്കുകയാണ് എങ്കിൽ ആ വൃത്താന്തം കൂടി ആ വാനരൻ ശ്രീരാമനോട് പറയുകയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് ശ്രീരാമന്റെ കൈകൊണ്ടുള്ള മരണം തനിക്ക് സാധിക്കും. അഥവാ ശ്രീരാമൻ എത്രയും പെട്ടെന്ന് തന്നെ
യുദ്ധത്തിനായിട്ട് തന്നോട് യുദ്ധം ചെയ്യുവാനായിട്ട് വരുമെന്നും തനിക്ക് മോക്ഷം ലഭിക്കുമെന്നെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് തനിക്ക് വൈകുണ്ഠ രാജ്യം പാലിക്കാൻ വേണ്ടിയിട്ട് അഥവാ വൈകുണ്ഠ രാജ്യം പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗത്തെ ഒരുക്കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാവണൻ ആ രാത്രിയിൽ തന്നെ അങ്ങോട്ട് എത്തിച്ചേർന്നത്. ഈ വിചാരത്തോടു കൂടിയാണ് രാവണൻ ഘോഷയാത്രയായി രാത്രിയിൽ പുറപ്പെട്ട് അങ്ങോട്ട് വന്നത്. അപ്രകാരം അവിടെ എത്തിയിട്ട് ദുഃഖിതയായിട്ട് മലിനയായിട്ട് ഇരിക്കുന്ന, ദുഃഖത്തോടു കൂടി രാമന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന, രാമനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയുടെ സമീപത്തേക്ക് രാവണൻ വരുന്നത് കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് ആദ്യപൂണ്ട് സീതാദേവി മുഖം താഴ്ത്തിക്കൊണ്ട് വിറച്ചിരിക്കുകയാണ്. രാവണൻ കാമപരവശത്തോടു കൂടിയിട്ട് ദേവിയുടെ സമീപത്ത് വന്നു നിന്ന് തൊഴുതു പറയുന്നു. ഇവിടെ രാവണൻ സീതാദേവിയോട് സംസാരിക്കുന്നത് രാമനെ നിന്ദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ തത്വാർത്ഥത്തിൽ ചിന്തിക്കുന്ന സമയത്ത് അതിനെ സ്തുതിയുമായിട്ടും നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ അതിന്റെ ഭൗതികമായിട്ടുള്ള ആ വിഷയത്തെ മാത്രം കാണുന്നു. ശ്രീരാമന്റെ കുറിച്ച് ഇവിടെ രാവണൻ സീതാദേവിയോട് പറയുന്നു, നിന്റെ ഭർത്താവായിട്ടുള്ള ശ്രീരാമൻ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനാണ്. ശ്രീരാമൻ, നീ ഇത്രയും കാലമായി ഇവിടെ വന്നിട്ട് ഇതുവരെ നിന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. മാത്രമല്ല രാമനെ കൊണ്ട് നിനക്കൊരു പ്രയോജനവുമില്ല. ഒന്നിലും ഒരിക്കലും ഒരു ആശയമില്ലാത്ത, ഒരു ആഗ്രഹവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത ഒരു മൂഢനാണ് രാമൻ. രാമൻ കാട്ടാളന്മാരുടെയും കാട്ടുമൃഗങ്ങളുടെയും ഒക്കെ ഇടയിൽ വസിക്കുന്ന നിർഗുണനാണ്. ദരിദ്രന്മാരുമായിട്ടാണ് അവന്റെ കൂട്ടുകെട്ട്. യാതൊരു വകതിരിവുമില്ലാത്തവനാണ്. അവന് ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവരോടൊക്കെ ഒരേപോലെയാണ് നിൽക്കുന്നത്. അവന് യാതൊരു തരത്തിലും നിന്നെ സംരക്ഷിക്കാൻ ആഗ്രഹമില്ല. മാത്രവുമല്ല, കരകഥം ഒരു അമലമണിവരം ഉടൻ ഉപേക്ഷിച്ച് കാജത്തെ എന്ത് കാക്ഷിക്കുന്നു തോമലെ, നിന്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രത്നം അത് ഉപേക്ഷിച്ചിട്ട് വെറും കാജത്തെ സ്വീകരിക്കുന്നത് പോലെയാണ് എന്നെ ഉപേക്ഷിച്ച് നീ രാമന്റെ സമീപത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കൂ, അവൻ ഇതുവരെ നിന്നെ അന്വേഷിച്ച് വരാതിരുന്നത് നിന്നോട് യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ്. നീ അവനെ എത്രയെല്ലാം സുഖിപ്പിച്ചിട്ടുണ്ട്, അവന്റെ കൂടെ ഒരുപാട് വസിച്ചിട്ടുണ്ട്, അവനെ നീ ഒരുപാട് കാലം ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവനിപ്പോൾ ഓർക്കാത്തത് കൊണ്ടല്ലേ നിന്നെ അന്വേഷിച്ച് വരാത്തത്. നിസ്സഹായനായ ഒരുത്തനാണ് രാമൻ. അവന്റെ കൂടെ യാതൊരാളും സഹായത്തിനില്ല. ഇങ്ങനെ കേട്ടാൽ ദുഃഖിച്ച് ഹൃദയം പൊട്ടി പോകുന്ന രീതിയിലുള്ള ഒട്ടനവധി നിന്ദ്യവാക്കുകൾ കൊണ്ട് ശ്രീരാമനെ നിന്ദിച്ചുകൊണ്ട് രാവണൻ സീതാദേവിയുടെ മുമ്പിൽ അറിയിക്കുകയാണ്. അതിന്റെ കാരണം അപ്രകാരത്തിലെല്ലാം പറയുമ്പോൾ സീതാദേവിയുടെ മനസ്സിന് ഇളക്കം തട്ടണമെന്നുള്ളതാണ് രാവണന്റെ ഉദ്ദേശം. അവസാനം പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള രാമനെ നീ ഉപേക്ഷിച്ച് എന്നിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ചക്രവർത്തിയായ എന്നെ നീ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണ് എങ്കിൽ, സുന്ദരി എന്റെ പട്ടമഹിഷിയായിട്ട് നീ ഇരിക്കുകയാണ് എങ്കിൽ, ദേവസ്ത്രീകളും അസുര സ്ത്രീകളും അപ്സരസുകളും എല്ലാം തന്നെ നിന്റെ ദാസിയായി തീരും. മാത്രമല്ല കാലന് പോലും എന്നെ ഭയമാണെന്ന് നീ മനസ്സിലാക്കൂ. ത്രൈലോക്യനാഥനായിട്ടുള്ള ഇന്ദ്രനാൽ പോലും ഞാൻ പൂജിക്കപ്പെടുന്നവനാണ് തുടങ്ങി രാവണന്റെ മഹിമയും ഇവിടെ സീതാദേവിയുടെ മുമ്പിൽ രാവണൻ പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാമനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് രാവണൻ ശ്രേഷ്ഠനാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അവിടെ ആ സ്ത്രീയുടെ ദൗർബല്യത്തെ, മനസ്സിന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്ന് രാവണൻ പരീക്ഷിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് സീതാദേവി ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ചൊല്ലിനാൻ. സീതാദേവി രാവണനോടുള്ള ദേഷ്യം സഹിക്കവയ്യാതെ ഒരു പുൽക്കൊടി നുള്ളിയിട്ട് ദേഷ്യത്തോടുകൂടി അത് ഭൂമിയിലേക്ക് എറിഞ്ഞിട്ട് പറയുന്നു. അങ്ങനെ കാണിക്കാനുള്ള കാരണം രാവണനെ കേവലം ഒരു പുല്ലുപോലെ കാണുന്നു എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ്. എന്നിട്ട് പറയുകയാണ്, ഹേ രാവണ, നീ നീതിമാനോ ബലവാനോ ആണെങ്കിൽ സന്യാസി വേഷം ധരിച്ചിട്ട് കള്ള സന്യാസിയായി വന്നിട്ട് എന്നെ അപഹരിച്ചു കൊണ്ടുപോകാൻ നീ ധൈര്യപ്പെടുമോ? നിന്റെ ഭീരുത്വവും ദുഷ്ടതയും അതിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും നീ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. രാമബാണം നിന്നെ പിളർക്കും. രാമൻ എന്നത് കേവലം മനുഷ്യനാണ് എന്ന് നീ ചിന്തിക്കരുത്. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് നീ മനസ്സിലാക്കുക. ഈ സമുദ്രത്തെ മറികടന്നു വന്ന് നിന്നെയും നിന്റെ വംശത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ നാരായണനാണ് രാമൻ എന്ന് നീ അറിഞ്ഞാലും, ഞാൻ ആ രാമന്റെ, ആ മഹാവിഷ്ണുവിന്റെ ലക്ഷ്മിയാണ് ജനകപുത്രിയായിട്ട് അവതരിച്ചിട്ടുള്ളത്. നിന്നെ വധിക്കുന്നതിനുള്ള കാരണത്തെ ഉണ്ടാക്കാനാണ് എന്ന് അല്ലയോ രാവണ നീ അറിഞ്ഞാലും, അദ്ദേഹം താമസിയാതെ എഴുന്നള്ളി വന്ന് നിന്നെ വധിച്ച് എന്നെ സ്വീകരിച്ച് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് അല്ലയോ രാവണ നീ മനസ്സിലാക്കിയാലും എന്ന് സീതാദേവി രാവണന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടുകൂടി പറയുന്നു. ഇത് കേട്ട സമയത്ത് ദേഷ്യം
അല്ലെങ്കിൽ ക്രൂരഭാവത്തോടു കൂടിയിട്ട് ദേഷ്യം വർദ്ധിച്ച രാവണൻ തന്റെ വാളോങ്ങിക്കൊണ്ട് സീതാദേവിയെ വധിക്കാൻ തയ്യാറാവുന്നു. ആ സമയത്ത് രാവണന്റെ പത്നിയായ മണ്ഡോദരി ഒഴികൊഴിക ദശപതന ശൃണു മമ വജോ ഭവാൻ കൊല്ലാത കാര്യം ഒരായുധമൂട പ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് തടുക്കുന്നു. ആ അധിക്ഷേപക വാക്കുകൾ കേട്ട് വാളൂരിയിട്ട് സീതാദേവിയെ വധിക്കാൻ വേണ്ടി തയ്യാറായ സമയത്താണ് മണ്ഡോദരി, കരുണ തോന്നിയ മണ്ഡോദരി പറയുന്നത്, ലങ്കേശ്വര, ഈ ദുഷ്കർമ്മത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാലും നിനക്കിത് യോഗ്യമല്ലാത്ത കാര്യമാണ്. പാതിവൃത്യ നിഷ്ഠയോടുകൂടി രാപ്പകൽ രാക്ഷസിമാരുടെ പരുഷ വാക്കുകൾ കേട്ടുകൊണ്ട് തന്റെ ഭർത്താവിനെ ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ വധിച്ചാൽ അങ്ങ് ഏറ്റവും മോശക്കാരനായിട്ട് മാറും. അങ്ങയെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണ മാറും. അങ്ങ് ഏറ്റവും മോശക്കാരനായിട്ട് ദുഷ്കീർത്തികരമായിട്ടുള്ള കാരണമായിട്ട് മാറും. അങ്ങേക്ക് വീരപുരുഷന്മാരായിട്ടുള്ള അങ്ങയെ പോലുള്ളവർ ദുഷ്പേര് വരുത്തുന്നത് ശരിയല്ല. മാത്രമല്ല, അത് ഒരു സ്ത്രീയെ വധിക്കുക, ഒരു മനുഷ്യ സ്ത്രീയെ വധിച്ചുകൊണ്ടാണെങ്കിൽ അതിൽ പരം പാപം മറ്റൊന്നില്ല. അതുകൊണ്ട് അത് ചെയ്യരുത്. മാത്രവുമല്ല, അങ്ങൊരു കാര്യം മനസ്സിലാക്കൂ, നിരവധി ദേവ, അസുര, രാക്ഷസ, നാഗ, അപ്സരസ ഒക്കെ ആയിട്ടുള്ള ഗന്ധർവൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ, സുന്ദരികൾ അങ്ങയെ പരിചരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ ദുഃഖിതയായ ഒരു മനുഷ്യ സ്ത്രീയെ വീണ്ടും അങ്ങ് എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് ഈ പാപകർമ്മത്തിൽ നിന്നൊക്കെ മോചിതനായിട്ട് മുന്നോട്ട് മാറി നിന്നാലും ഇങ്ങോട്ട് തിരിച്ചു പോന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡോദരി രാവണനെ എതിർക്കുകയാണ്, രാവണനെ തടയുകയാണ്. ഇത് കേട്ട് മണ്ഡോദരിയുടെ വാക്കുകൾ കേട്ട രാവണൻ ഒന്ന് ചിന്തിച്ചിട്ട് സ്ത്രീവധത്തിന് ആരംഭിച്ച തന്റെ അവിവേകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ലജ്ജിതനാവുന്നു. എങ്കിലും സീതയോടുള്ള സ്നേഹത്തിനും അനുരാഗത്തിനും കുറവില്ലാത്തത് കൊണ്ട് അവിടെയുള്ള രാക്ഷസ സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇവളെ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടോ എന്റെ മഹിമകൾ പറഞ്ഞുകൊണ്ടോ അവളെ വശപ്പെടുത്തിയിട്ട് എന്നിലേക്കാക്കണം. ഇനിയും 2 മാസം ഞാൻ ക്ഷമിക്കും. ആ 2 മാസത്തിനുള്ളിൽ അവളെ വശപ്പെടുത്തി എന്നിലേക്ക് അവളുടെ മനസ്സിനെ എത്തിക്കണം എന്ന് പറഞ്ഞ് അവരെ ചുമതല ഏൽപ്പിച്ചിട്ട് കോപത്തോടു കൂടിയിട്ട് രാവണൻ അന്തപുരത്തിലേക്ക് പോകുന്നു. സീതയാവട്ടെ ആ രാക്ഷസിമാരുടെ വാക്ശരങ്ങൾ കേട്ടിട്ട് ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോഴാണ് അനുചിതം ഇത് അലമലം അടങ്ങുവിൻ നിങ്ങൾ എന്ന് അപ്പോൾ ത്രിജടയും ആശു ചൊല്ലിയിടിനാൻ. ആ കൂട്ടത്തിൽ ധർമ്മിഷ്ഠയായിട്ടുള്ള ഒരു രാക്ഷസിയുണ്ട്, പേര് ത്രിജട എന്നാണ്. ആ ത്രിജട അവരോട് പറയുന്നു, ബാക്കിയുള്ള രാക്ഷസ സ്ത്രീകളോട് പറയുന്നു, അല്ലയോ രാക്ഷസികളെ, നിങ്ങൾ സാധ്വിയായിട്ടുള്ള ഇവളെ നമസ്കരിക്കുവിൻ. ശിലാഗുണവതിയായിരിക്കുന്ന ഇവളെ നിങ്ങൾ നമസ്കരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. മനസ്വസ്ഥതയില്ലാതെ ഞാൻ അല്പസമയം ഒന്ന് മയങ്ങിപ്പോയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് രാമലക്ഷ്മണന്മാർ ഐരാവതത്തിന്റെ പുറത്തേറിയിട്ട് ഈ ലങ്കാ നഗരത്തിലേക്ക് വരുന്നതും ലങ്ക ദഹിപ്പിച്ച് രാവണനെ കൊന്ന് വിഭീഷണനെ ഈ ലങ്കയുടെ രാജാവാക്കിയതിനു ശേഷം രാമൻ സീതയെയും സ്വീകരിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് പോയിട്ട് സുഖമായി വസിക്കുന്നതാണ് കണ്ടത്. ആ സമയത്ത് രാവണൻ പൂർണ്ണ നഗ്നനായിട്ട് ശരീരം മുഴുവൻ എണ്ണ പുരട്ടി തലയിൽ രാമച്ച മാലയണിഞ്ഞ് പുത്രമിത്രാദികളോടുകൂടി ചാണകം നിറഞ്ഞ ഒരു വലിയ കയത്തിൽ മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. വിഭീഷണനാകട്ടെ രാമഭക്തനായി അദ്ദേഹത്തെ ശ്രീരാമനെ സേവിച്ചുകൊണ്ട് ലങ്ക ഭരിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അല്ലയോ രാക്ഷസികളെ, ഈ സ്വപ്നം സത്യമായി തന്നെ ഭവിക്കും. നമുക്ക് അത് കാണുക തന്നെ ചെയ്യാം. അതിലേക്ക് ഇനി ഏതാനും ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ദിവസം ഇവളെ നമുക്ക് ഉപദ്രവിക്കാതെ സംരക്ഷിക്കണം എന്ന് പറയുന്നു. ഇപ്രകാരം ത്രിജടയുടെ വാക്കുകൾ കേട്ട് രാക്ഷസികൾ ആശ്ചര്യത്തോടുകൂടിയും ഭയത്തോടു കൂടിയിട്ടും അവിടെ പരവശരായി തീർന്നു. അല്പസമയത്തിനകം അവരെല്ലാവരും തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് സീതാദേവിയാകട്ടെ ദുഃഖത്തോടുകൂടി രാമനെ ചിന്തിച്ചുകൊണ്ട്, രാമനെ മാത്രം ആലോചിച്ചുകൊണ്ട്, തന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ദുഃഖത്തോടു കൂടിയിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ കണ്ണുനീരോടുകൂടിയിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദ്ര ലംഘന സമയത്ത് ഹനുമാൻ സ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഉള്ളിൽ ശ്രീരാമന്റെ സ്മരണ എപ്പോഴും ഉണ്ട്. എൻ്റെ കയ്യിലാവട്ടെ അല്ലെങ്കിൽ എൻ്റെ ശിരസിലാവട്ടെ ശ്രീരാമൻ നൽകിയ ആ അങ്കുലിയം, ശ്രീരാമന്റെ നാമം എഴുതിയിരിക്കുന്ന ആ മോതിരം എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഹനുമാൻ സ്വാമി പറയുന്നു, എൻ്റെ പിതാവായിട്ടുള്ള വായുദേവൻ എന്നെ സംരക്ഷിക്കാനുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് യാതൊരു തരത്തിലും ഭയപ്പെടാൻ അവകാശമില്ല. ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം രാമമന്ത്രം ഒന്നുകൊണ്ടാണല്ലോ ഈ സംസാര സാഗരം ആളുകൾ മറികടക്കുന്നത്. അങ്ങനെയെങ്കിൽ രാമനാമം ജപിച്ചുകൊണ്ട് സംസാര സാഗരത്തെ മറികടക്കാൻ സാധിക്കുമെങ്കിൽ രാമനാമം എഴുതിയിരിക്കുന്ന അങ്കുലിയം എൻ്റെ കയ്യിലുള്ളപ്പോൾ, രാമനാമത്തിന്റെ അല്ലെങ്കിൽ രാമന്റെ മഹിമയും രാമന്റെ സ്മൃതിയും എൻ്റെ ഹൃദയത്തിലുള്ളപ്പോൾ എനിക്ക് ആരെയാണ് ഭയക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ ഈ സമുദ്രം മറികടന്ന് സീതാദേവിയെ കണ്ട് തിരികെ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഹനുമാൻ സ്വാമി ഈ സമുദ്രം മറികടക്കാൻ ആരംഭിക്കുന്നത്.
ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം കേവലം ഹനുമാൻ സ്വാമി ആ രാമമന്ത്രത്തിന്റെ മഹിമയെ സ്മരിച്ചപ്പോൾ നാം ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇവിടെ ഹനുമാൻ സ്വാമി ആ സമുദ്രത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചുകൊണ്ട് ചിന്തിച്ച് ശ്രീരാമനെ ധ്യാനിക്കുന്നു. എന്നിട്ട് നിജഹൃദയവും ലങ്കയിൽ ഉറപ്പിച്ചു ചാടിനാനെന്ന് പറയുന്നു. മനസ്സ് ലങ്കയിൽ എത്തി എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചാടുന്നു. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായിട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗം പഠിക്കേണ്ടതുണ്ട്. എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തി എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തന്റെ സർവ്വ കർമ്മവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ട് ആണ് ഹനുമാൻ സ്വാമി ആ പ്രവൃത്തി ഏർപ്പെടുന്നത്. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും നമുക്ക് സാധിക്കുമോ എന്ന് നേരത്തെ ഇവിടെ സമുദ്രം മറികടക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല എന്ന് ശങ്കിച്ചു നിന്നതുപോലെ നിൽക്കുന്ന ഘട്ടങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും. കാരണം എനിക്കതിന് സാധിക്കില്ല, എനിക്കതിന് കഴിവില്ല, എനിക്കതിന് പറ്റില്ല എന്നുള്ള ചിന്ത നമ്മളെ പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ജാമ്പവാൻ ഉണർത്തിയതുപോലെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നമ്മൾ ജാമ്പവാന്മാരാവണം, ഹനുമാന്മാരാവണം എന്ന് പറഞ്ഞു. അപ്രകാരം നമ്മൾ ജാമ്പവാന്മാരാവുകയും ഹനുമാന്മാരാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചേതന പുറത്തു വരും. നമുക്ക് ആ പ്രയത്നം അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള ചൈതന്യം, അതിനുള്ള ഊർജം നമ്മളിൽ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്ന സമയത്ത് പിന്നെ ഉറപ്പിക്കേണ്ടത് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സർവേശ്വരനാണ്, ശ്രീരാമനാണ്, എൻ്റെ ഗുരുനാഥനാണ്. അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. അതാണ് ഇവിടെ ഹനുമാൻ സ്വാമി ആദ്യമേ തന്നെ പറയുന്നത്. എൻ്റെ കയ്യിൽ രാമനാമം എഴുതിയിരിക്കുന്ന അങ്കുലീയമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ രാമൻ വസിക്കുന്നുണ്ട്, എൻ്റെ പിതാവായിട്ടുള്ള വായുദേവൻ എന്നെ ആകാശമാർഗത്തിലൂടെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് അവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വരാൻ സാധിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, എനിക്ക് സാധിക്കും, എനിക്ക് എൻ്റെ ഈശ്വരനുണ്ട്, ഈശ്വരേച്ഛയിലാണ് ഞാനിത് ചെയ്യുന്നത്, എൻ്റെ ഗുരുക്തമായിട്ട് ഞാനിത് ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടിയിട്ട് അത് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ഈ പാഠഭാഗം സ്മരിച്ചുകൊണ്ട് പറയട്ടെ. അപ്രകാരം സമുദ്ര ലംഘനത്തിന് വേണ്ടി തയ്യാറാവുന്ന സമയത്താണ് മാർഗവിഘ്നം. ഇനി അങ്ങനെയെല്ലാം ഉറച്ച് മുന്നോട്ട് പോകുമ്പോഴും അവിടെ മാർഗവിഘ്നം ഉണ്ടാകുന്നു. ആ മാർഗവിഘ്നം ദൈവവശാൽ തന്നെ ഉണ്ടായതാണ്. ഈശ്വരന്മാർ, അതിദേയന്മാർ, ദൈവങ്ങളെല്ലാവരും ചേർന്ന് അവിടെ ദേവതകൾ ചിന്തിക്കുകയാണ് ഹനുമാൻ സ്വാമിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് പരീക്ഷിക്കണം. കാരണം ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് പരീക്ഷിക്കണം. ഈ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം സുരസയെ പറഞ്ഞു വിടുന്നത്. ആ സുരസ തന്റെ വായുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതും ഹനുമാൻ സ്വാമി സ്വയം ശരീരം വലുതാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ഈശ്വരാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ഈശ്വരനിൽ സമർപ്പിച്ച്, ഗുരുവിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിലും അവിടെയും നമുക്കുള്ള പരീക്ഷണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ പരീക്ഷണങ്ങൾ നമ്മൾ എത്ര വലുതായാലും, നമ്മൾ ആ പരീക്ഷണത്തെ മറികടക്കാൻ വേണ്ടി തയ്യാറായാലും ആ പരീക്ഷണ വസ്തുവും വീണ്ടും അതിനേക്കാൾ വലുതാവും എന്നുള്ളതാണ് സുരസ തന്റെ വായ വലിപ്പം കൂട്ടുന്നതിനനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. ഹനുമാൻ സ്വാമി 5 യോജന വിസ്താരം പൂണ്ടപ്പോൾ സുരസ 10 യോജനയാവുന്നു. ഇവിടെ ഹനുമാൻ സ്വാമി 20 ആവുമ്പോൾ അവിടെ 30 ആവുന്നു. അപ്രകാരം പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള പാഠം. അപ്രകാരം പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും അവസാനം ആഞ്ജനേയ സ്വാമി ഒരു പെരുവിരൽ കണക്കെ ചെറുതായിട്ട് അതിനകത്ത് പ്രവേശിച്ച് പുറത്തേക്ക് വരുന്നു. ഈ പരീക്ഷണത്തെയും മറികടക്കുന്നു. ആ പരീക്ഷണത്തെ മറികടന്നു കഴിയുമ്പോൾ അവിടെ സുരസ അനുഗ്രഹിക്കുന്നു. പോയി വന്നാലും നിന്റെ ലക്ഷ്യം നിറവേറ്റപ്പെടട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. 5 യോജന വിസ്തൃതിയുള്ളത് 10 യോജനയാക്കണം, 10 ഉള്ളത് 15 ആക്കണം. അപ്രകാരം ആ പരീക്ഷണ ഘട്ടങ്ങളെ മറികടക്കുവാൻ വേണ്ടിയുള്ള ശക്തിയും ബുദ്ധിയും നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ ഗുരുത്വം ഉണ്ടാകണം, ഈശ്വരാധീനം ഉണ്ടാകണം. അത് ഹനുമാൻ സ്വാമിക്കുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ആ പരീക്ഷണത്തെ മറികടക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അതിനുശേഷം പോകുമ്പോഴാണ് അവിടെ മൈനാകപർവ്വതം ദാഹവും വിശപ്പും തീർക്കുവാൻ വേണ്ടിയിട്ട് തേനും അതുപോലെ കായികനികളും പഴങ്ങളും ഒക്കെ കൊണ്ട് സൽക്കരിച്ചത്. ഹനുമാൻ സ്വാമി ആ സൽക്കാരത്തെ സ്വീകരിച്ചു എന്ന് സങ്കല്പിക്കുന്നു. അവിടെ നിരാശപ്പെടുത്തിയില്ല. മൈനാകം സൽക്കരിക്കാൻ വേണ്ടി വന്ന സമയത്ത് മൈനാകത്തെ ഉപേക്ഷിച്ചില്ല. കൈകൾ കൊണ്ട് തലോടി ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ സ്വീകരിച്ചു എന്ന് സങ്കല്പിച്ചാലും. മാത്രമല്ല രാമകാര്യത്തിന് പോകുന്ന സമയത്ത് അശനശയനങ്ങൾ ഒന്നുമേ പാർക്കയില്ല. ദാഹവും വിശപ്പുമില്ല, വിശ്രമിക്കാൻ പാടില്ല. കാരണം ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറയുന്നു. ആ ലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം അതെല്ലാം സ്വീകരിക്കാമെന്ന് സങ്കല്പിക്കുന്നു. ഇവിടെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആത്മധൈര്യം നമുക്ക് ആദ്യം ഇല്ലാതിരുന്നത് ആത്മധൈര്യമായിരുന്നു. അവിടെ ജാമ്പവാൻ ആത്മധൈര്യത്തെ ഉണർത്തി. പിന്നീട് ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു, ഗുരു കൂടെയുണ്ട്, ഈശ്വരൻ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചു. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് പരീക്ഷണങ്ങൾ വന്നു.
ആ പരീക്ഷണത്തെയും നമ്മൾ മറികടന്നു. അപ്പോഴാണ് ആ പരീക്ഷണത്തെ മറികടക്കുമ്പോഴാണ് നമ്മളുടെ കാമനകൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പിലുണ്ടാവുക, ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ മുമ്പിലുണ്ടാവുക. അവിടെയാണ് ഹനുമാൻ സ്വാമി പറയുന്നത്, രാമകാര്യത്തിന് പോകുന്ന സമയത്ത് അസനശയനങ്ങളൊന്നുമേ ഇല്ല, ദാഹവും വിശപ്പൊന്നും നോക്കാൻ പോലും നേരമില്ല, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളത്. അവിടെയാണ് പണ്ട് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കഥയുണ്ടാവും, ആമയുടെയും മുയലിന്റെയും കഥ. ആമയും മുയലും, ആ മുയൽ ഓട്ടപ്പന്തയം വെച്ച സമയത്ത് ആ മുയൽ ഉറങ്ങിപ്പോയത് കൊണ്ട് ആമയ്ക്ക് വിജയം സമ്മാനിച്ചൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഹനുമാൻ സ്വാമി അവിടെ ആ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടിയിട്ടും സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടും സമയം ചെലവഴിച്ചിരുന്നുവെങ്കിൽ അവിടെ രാമകാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ലക്ഷ്യത്തെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ വിശ്രമമില്ലാതെ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയം കണ്ടെത്തുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ മൈനാക പർവ്വതത്തിന്റെ സമയത്ത് ആഞ്ജനേയ സ്വാമി നമുക്ക് നൽകുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് നിഴലിനെ പിടിച്ചു നിർത്തി കൊല്ലുന്ന സിംഹികയാണ്. ആ സിംഹികയെ അവിടെ ഒരു കാലുകൊണ്ട് ഹനുമാൻ സ്വാമി ചവിട്ടി വധിക്കുന്നു. അതിനുശേഷം ലങ്കാ നഗരത്തിലെത്തുന്നു. ലങ്കാലക്ഷ്മിയോട് അവിടെ അടിയുണ്ടാവുകയും പ്രഹരമുണ്ടാവുകയും ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുക്കുകയും ഹനുമാൻ സ്വാമി ലങ്കാനഗരത്തിൽ എത്തിച്ചേർന്ന നിമിഷം തന്നെ ലങ്കാനഗരത്തിന്റെ ഐശ്വര്യം അവിടെ നിന്നും പുറത്തുപോയി, അഥവാ ലങ്കാ നഗരത്തെ വിട്ട് പോയി കളഞ്ഞു എന്നുള്ള ഒരു സൂചനയും നമുക്കവിടെ ലഭിക്കുന്നു. അതിനുശേഷം സീതാദേവിയെ കാണുകയാണ്. സീതാദേവിയെ കണ്ട മാത്രയിൽ ആ മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം ഹനുമാൻ സ്വാമി സ്വയം ഒന്ന് ചിന്തിക്കുന്നു, ഞാൻ ശ്രീരാമന്റെ കാര്യം ഇവിടെ നടക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ കൃതാർത്ഥനായി, എനിക്കതിന് സാധിച്ചു, എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ കാര്യം സാധ്യമായി എന്ന് ചിന്തിച്ചുകൊണ്ട് അല്പസമയം വഴിയിരിക്കുന്നു. ആ സമയത്താണ് ആ സമയത്താണ് സ്വപ്നം കണ്ട രാവണൻ അങ്ങോട്ട് വരുന്നത്. രാവണൻ കണ്ട സ്വപ്നം ഒരു കുരങ്ങൻ ശ്രീരാമന്റെ ആജ്ഞയുമായിട്ട് സീതാദേവിയെ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ കുരങ്ങനെ ഇവിടെ സീതാദേവി ദുഃഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയിച്ചാൽ മാത്രമേ ശ്രീരാമന്റെ കയ്യിൽ നിന്നുള്ള അസ്ത്രമേറ്റ് തനിക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, തത്വബോധത്തോടു കൂടിയിട്ടാണ് രാവണൻ അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്രകാരം രാവണൻ അവിടെ ചില വൃത്താന്തങ്ങളൊക്കെ സംസാരിക്കുകയും അത് കണ്ട് സീതാദേവി ദുഃഖിക്കുകയും അതെല്ലാം ഇവിടെ ഹനുമാൻ സ്വാമി കാണുകയും ചെയ്യുന്നു. അപ്രകാരം ഹനുമാൻ സ്വാമി ഇതെല്ലാം കണ്ടിട്ട് വിലയിരുത്തുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം സീതാദേവിയോട് രാമന്റെ ഒരുപാട് നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങൾ രാമനെ കുറിച്ച് പറയുമ്പോൾ സീതാദേവിയുടെ മറുപടി എന്തായിരിക്കും എന്ന് കേൾക്കാൻ കൂടിയാണ് ഹനുമാൻ സ്വാമി അവിടെ ഇരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം രാമനെ ഇത്രയെല്ലാം പറഞ്ഞിട്ട്, ഇത്രയെല്ലാം നിന്ദിച്ചു പറഞ്ഞിട്ട്, അതേ സമയത്ത് രാവണനെ പുകഴ്ത്തി പറഞ്ഞിട്ട്, രാവണന്റെ മഹിമ പറഞ്ഞിട്ട് അതിൽ സീതാദേവിക്ക് മനസ്സിന് മാറ്റമുണ്ടാകുമോ എന്നുള്ള ഒരു സാഹചര്യം ഹനുമാൻ സ്വാമി അവിടെ വിലയിരുത്തുകയാണ്. യഥാർത്ഥത്തിൽ ആ ഇരിക്കുന്ന സമയം കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാവുകയാണ്. കാരണം സീതാദേവി മറുപടി കൊടുക്കുന്നു, ഒരു പുൽക്കൊടി പറിച്ച് ഭൂമിയിലേക്ക് പതിച്ചിട്ട് എറിഞ്ഞിട്ട് പറയുകയാണ്, നീ രാമന്റെ അമ്പേറ്റ് മരണപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സീതാദേവി രാമനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ ഹനുമാൻ സ്വാമിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്രകാരം സീതാദേവിയിൽ നിന്ന് പരുഷവാക്കുകൾ കേട്ട് രാവണന് ആഗ്രഹഭംഗം വരികയും രാവണൻ 2 മാസം കൂടി സമയം രാക്ഷസികൾക്ക് കൊടുക്കുകയാണ് സീതാദേവിയെ കൊണ്ട് മനസ്സ് മാറ്റിയെടുക്കുന്നതിനായിട്ട്. ആ സമയത്ത് ത്രിജട മറ്റ് രാക്ഷസിമാരോട് പറയുകയാണ്, ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറയുകയാണ്. ആ സ്വപ്നത്തിൽ രാമലക്ഷ്മണന്മാർ സീതാദേവിയെ തിരികെ കൊണ്ടുപോകുമെന്നും ലങ്കാനഗരം നശിപ്പിക്കുമെന്നും വിഭീഷണനെ രാജാവാക്കുമെന്നും രാവണനെ കുലത്തോടു കൂടിയിട്ട് നശിപ്പിക്കുമെന്നുമെല്ലാമുള്ള സ്വപ്നം കണ്ടുവെന്നും അതുകൊണ്ട് നമ്മൾ ഇനി കുറച്ചു കാലം സീതാദേവിയെ സംരക്ഷിച്ചു നിന്നാൽ നമുക്ക് രക്ഷപ്പെടാമെന്നൊക്കെയുള്ള തത്വബോധം ത്രിജട നൽകുകയും ചെയ്യുന്നു. ഈ ഭാഗങ്ങളൊക്കെ നാം പാരായണം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ രാക്ഷസന്മാരുടെ കൂട്ടത്തിലും ധർമ്മബോധമുള്ളവരുണ്ട് എന്നുള്ളതാണ്. അത് പിന്നീട് ഹനുമാൻ സ്വാമി നമുക്ക് വിഭീഷണ സ്തുതിയിൽ പറയുന്നുമുണ്ട്. എന്തായാലും അപ്രകാരത്തിൽ സീതാദേവിയെ കാണുക എന്നുള്ള വലിയൊരു ദൗത്യവുമായിട്ട് ഇറങ്ങിയ ഹനുമാൻ സ്വാമി ആത്മധൈര്യത്തോടു കൂടിയിട്ട് മുമ്പിലുണ്ടായിരുന്ന മാർഗവിഘ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ലങ്കാലക്ഷ്മിയുടെ അനുവാദത്തോടു കൂടിയിട്ട് ലങ്കയിൽ പ്രവേശിക്കുകയും സീതാദേവിയെ കാണുകയും ചെയ്തു. സീതാദേവി ആകട്ടെ രാമനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ താഴെ ശംശവാവൃക്ഷ ചുവട്ടിൽ രാമനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയും മുകളിൽ സീതാദേവിയെ വന്ദിച്ചുകൊണ്ട് നിൽക്കുന്ന ഹനുമാൻ സ്വാമിയും ആ ഒരു ചിത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ സങ്കല്പത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ ജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് മാത്രം സങ്കല്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുനാഥന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാം. ജയ് സീതാറാം.
മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത് സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കി ജയ.